മുനമ്പം ഭൂമി ഉമീദിൽ ചേർത്തതിന് കാരണം കാണിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. 5 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. ഫാറൂഖ് കോളേജ് മുത്തവല്ലിയായ ഭൂമി വഖഫ് ബോർഡ് പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഉമീദിൽ ചേർത്തത്. മുനമ്പത്തെ 404 ഏക്കർ ഭൂമി ഉമീദിൽ ചേർത്തതിനെതിരെ BJP-യാണ് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്. ഷുക്കൂറാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഷുക്കൂർ, ഇങ്ങനെ ഒരു വിശദീകരണം ചോദിക്കേണ്ട ആവശ്യകതയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിയത്? നൗഫൽ, മുനമ്പത്തെ 404 ഏക്കർ തർക്കഭൂമി ഈ കഴിഞ്ഞ മാസം 17-ാം തീയതി ാണ് കേരള വഖഫ് ബോർഡ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അതായത് രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമാണ്. നിലവിൽ ഈ ഭൂമി ഒരു തർക്കഭൂമിയായി നിലനിൽക്കുമ്പോഴും വഖഫ് രേഖകളിൽ അതൊരു വഖഫ് ഭൂമി തന്നെയാണ്. ആ ഭൂമിയുടെ മുത്തവല്ലി ഫറൂഖ് കോളേജാണ്. ഫറൂഖ് കോളേജ് ഈ ഭൂമി വഖഫ് അല്ല എന്നൊരു നിലപാട് ദീർഘകാലമായി സ്വീകരിക്കുന്നുണ്ട്. സംസ്ഥാന വഖഫ് ബോർഡിനെ സംബന്ധിച്ച് ഇത് വഖഫ് ഭൂമി മാത്രമായി കണക്കാക്കാനാവുന്ന ഒരു നിലപാടാണ് നേരത്തെ മുതലുള്ളത്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമെല്ലാം അവർ ആ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ കേരളത്തിലെ വഖഫ് സ്വത്തുക്കൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ ഈ മുനമ്പത്തെ 404 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയായി ഉമീദ് പോർട്ടലിൽ വഖഫ് ബോർഡ് തന്നെ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അതായത് ഫറൂഖ് കോളേജാണ് മുത്തവല്ലി, ഫറൂഖ് കോളേജാണ് ഈ ഭൂമി നിയമപ്രകാരം ഈ ഉമീദ് പോർട്ടലിൽ ചേർക്കേണ്ടത്. എന്നാൽ ഫറൂഖ് കോളേജ് അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആ ചുമതല, അതായത് മുത്തവല്ലി എന്ന ചുമതല നിർബന്ധപൂർവ്വം ഏറ്റെടുത്ത് അത് വഖഫ് ബോർഡ് തന്നെ ആ ഭൂമി ഉമീദ് പോർട്ടലിൽ ചേർക്കുകയായിരുന്നു. ഇതിനെതിരെ അപ്പോൾ തന്നെ BJP സംസ്ഥാന നേതൃത്വം കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പിനെ സമീപിക്കുകയും സംസ്ഥാന വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കഴിഞ്ഞ 9-ാം തീയതി സംസ്ഥാന വഖഫ് ബോർഡിന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ഒരു കത്ത് അയച്ചിരിക്കുന്നത്. അതൊരു കാരണം കാണിക്കൽ നോട്ടീസാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ ഭൂമി 404 ഏക്കർ തർക്ക ഭൂമി ഒരു വഖഫ് ഭൂമിയായി നിങ്ങൾ നിങ്ങളുടെ ആസ്തി രജിസ്റ്ററിൽ ചേർത്തത്? പിന്നീട് എന്തുകൊണ്ട് ആ ഭൂമി നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഉമീദ് പോർട്ടലിൽ ചേർത്തു? ഇതിന് 5 ദിവസത്തിനകം വിശദീകരണം നൽകണം എന്നാണ് ഈ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വഖഫ് ബോർഡ് ഇത് സംബന്ധിച്ച നിയമോപദേശം തേടി എന്നാണ് മനസ്സിലാക്കുന്നത്. 2 ദിവസത്തിനകം ഇതിനുള്ള മറുപടി വഖഫ് ബോർഡ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന് നൽകും. ഷുക്കൂർ, ഇക്കാര്യത്തിൽ ഈ നിയമം എന്താണ് പറയുന്നത്? വഖഫ് നിയമപ്രകാരം ഇങ്ങനെ ഒരു അധികാരം വഖഫ് ബോർഡിനുണ്ടോ? അതായത് മുത്തവല്ലി ഇത് ഉമീദിൽ ചേർക്കാൻ വിസമ്മതിക്കുകയും അത് ആ ഒരു ചുമതല ഏറ്റെടുത്തുകൊണ്ട് വഖഫ് ബോർഡ് തന്നെ നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നമുണ്ടോ, നിയമപ്രശ്നമുണ്ടോ? കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് മുനമ്പത്ത് താമസിക്കുന്ന 200ഓളം കുടുംബങ്ങൾ അവർ ആണ് ഈ ഭൂമിയുടെ കൈവശക്കാർ, നിലവിലെ കൈവശക്കാർ. അവർ ഇത് ചില വ്യക്തികളിൽ നിന്ന് വാങ്ങിയതാണ്, അവർ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വാങ്ങിയതാണ്. അതിനു മുൻപ് ഈ ഭൂമി സത്താർ സേട്ട് എന്ന വ്യക്തി ഫറൂഖ് കോളേജിനായി വഖഫ് ചെയ്ത ഭൂമിയാണ്. വഖഫ് ചെയ്ത ഈ ഭൂമി ഒരിക്കലും തന്നെ വിൽക്കാൻ പാടുള്ളതല്ല. വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നുള്ളതാണ് നിയമം. ഒരിക്കൽ ഒരു ഭൂമി വഖഫ് ചെയ്താൽ പിന്നീട് ആജീവനാന്ത കാലം അത് വഖഫായിരിക്കും. അങ്ങനെ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി എങ്ങനെ വിറ്റു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇക്കാര്യത്തിൽ ഫറൂഖ് കോളേജിന്റെ നിലപാട് ഇതൊരു വഖഫ് ഭൂമിയല്ല, ഇത് ഇഷ്ടദാനമായി ലഭിച്ചതാണ്. അതുകൊണ്ടാണ് ഫറൂഖ് കോളേജിന്റെ തന്നെ ആവശ്യത്തിന് ഈ ഭൂമി വിറ്റത് എന്നുള്ളതാണ്. ഈ നിലപാട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശനും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മുനമ്പത്ത് സമരം ചെയ്യുന്നവരുമെല്ലാം ഈ നിലപാടാണ് സ്വീകരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഈ ഭൂമി വഖഫായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇവർ കുടിയിറങ്ങേണ്ടി വരും. ഇവരെ കുടിയിറക്കില്ല എന്നും ഇത് വഖഫായി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇവരെ കുടിയിറക്കാതിരിക്കാനുള്ള നിയമപരമായ സാധ്യതയില്ല എന്നുള്ളതാണ് വഖഫ് ബോർഡ് പറയുന്നത്. ഈ ഭൂമി വഖഫാണ് എന്നൊരു നിലപാട് വഖഫ് ബോർഡ് ആവർത്തിക്കുകയാണ്. ഏത് വഖഫിന്റെയും കസ്റ്റോഡിയൻ എന്നുള്ളത് വഖഫ് ബോർഡാണ്. താൽക്കാലികമായ മുത്തവല്ലി മാത്രമാണ് അതിന്റെ താൽക്കാലിക കൈവശക്കാർ. നിലവിൽ സംസ്ഥാന വഖഫ് ബോർഡ് അതിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിന് വഖഫ് ഭൂമിയായി ആസ്തി രജിസ്റ്റർ ഉണ്ടാവുകയും അതുപോലെ തന്നെ കോടതികളുടെ ഉത്തരവ് പ്രകാരം നിലവിൽ ഇതൊരു വഖഫ് ഭൂമിയാണ്. കാരണം സംസ്ഥാനത്ത് ഹൈക്കോടതി ഇതൊരു വഖഫ് അല്ല എന്ന് വിധിച്ചപ്പോൾ സുപ്രീം കോടതി ആ ഉത്തരവിനെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. നിലവിൽ മുനമ്പത്തെ 404 ഏക്കർ ഭൂമിയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതൊരു വഖഫ് ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി വഖഫായി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും സംസ്ഥാന വഖഫ് ബോർഡിന്റെ ആസ്തി രജിസ്റ്ററിൽ ചേർക്കാനും നിയമപരമായി തന്നെ സാധുതയുള്ളതാണ് എന്നൊരു നിലപാടാണ് വഖഫ് ബോർഡിനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി ഉമീദ് പോർട്ടലിൽ ചേർക്കാൻ അവർ തയ്യാറായത്.
ഇതിന്റെ നിയമപരമായ മുത്തവല്ലി ഫറൂഖ് കോളേജാണ്. എന്നാൽ ഫറൂഖ് കോളേജിന് തയ്യാറല്ല എങ്കിൽ നിയമത്തിൽ ഒരു വകുപ്പുണ്ട്, അത് വഖഫ് ബോർഡിന് തന്നെ ആ മുത്തവല്ലിയുടെ ചുമതല ഏറ്റെടുത്ത് ആ കാര്യം ചെയ്യാമെന്നുള്ളതാണ്. ആ അവസരമാണ് സംസ്ഥാന വഖഫ് ബോർഡ് ഉപയോഗിച്ചത്. അങ്ങനെ നിയമപരമായി അത് ഏറ്റെടുക്കണമെങ്കിൽ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് വാദിക്കുന്നവർക്ക് മറിച്ച് വാദിക്കാം. ആ വാദമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തൽക്കാലം മുഖവിലക്കെടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് BJPയുടെ പരാതി പരിഗണിച്ച് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം സംസ്ഥാന വഖഫ് ബോർഡിനോട് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടിക്ക് നിങ്ങൾ മുതിർന്നു എന്നൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം കാണിക്കൽ 14-ാം തീയതിക്ക് മുൻപ് വഖഫ് ബോർഡ് കാരണം കാണിക്കണം. അതിനുള്ള നിയമോപദേശം തേടിയിരിക്കുകയാണ് വഖഫ് ബോർഡ്. ഇക്കാര്യത്തിൽ വഖഫ് ബോർഡിന്റെ പ്രതികരണം വല്ലതും വന്നിട്ടുണ്ടോ? ഈ നോട്ടീസ് എപ്പോഴാണ് എത്തിയത്? 5 ദിവസത്തെ അവകാശമാണല്ലോ ഉള്ളത്. ആ 5 ദിവസം എന്നാണ് പൂർത്തിയാവുക? ഇക്കാര്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണം. നൗഫൽ, നമുക്ക് ഇപ്പോൾ തന്നെ വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസയെ അവിടെ നിന്ന് വിളിക്കാവുന്നതാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ വിളിക്കാൻ നമുക്ക് PCR എന്ന് പറയുകയാണെങ്കിൽ പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് നേർക്കുനേരെ തന്നെ ലഭിക്കും. ഈ മാസം 9-ാം തീയതിയാണ് ഇത്തരം ഒരു കത്ത് സംസ്ഥാന വഖഫ് ബോർഡിന് ലഭിക്കുന്നത്. ഇന്നിപ്പോൾ 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതിനകം തന്നെ അവർ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധരുമായി ഇത് സംബന്ധിച്ച കൂടിയാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കൂടിയാലോചനയ്ക്ക് ശേഷം അവർക്ക് ലഭിക്കുന്ന നിയമോപദേശത്തിന് ശേഷം മാത്രമായിരിക്കും ഇതിന് കേന്ദ്ര സർക്കാരിന് മറുപടി നൽകുക. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഹൈക്കോടതിയിൽ ഈ വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതായത് വഖഫ് നിയമ ഭേദഗതി പ്രകാരം 2 അമുസ്ലിങ്ങൾ വഖഫ് ബോർഡിൽ അംഗങ്ങളായി വരണം. ഈ സംസ്ഥാനത്ത് പിണറായി സർക്കാർ പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളില്ല. അതുകൊണ്ട് 2 അമുസ്ലിങ്ങളെ ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അത്തരത്തിൽ അമുസ്ലിങ്ങളില്ലാത്ത വഖഫ് ബോർഡ് എടുത്ത മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത നടപടി റദ്ദാക്കണം, അത് നിയമവിരുദ്ധമാണെന്ന് കാണിച്ചൊരു ഹർജി ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് ഇപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിനോട് ഒരു വിശദീകരണം ഹൈക്കോടതി ചോദിച്ചിട്ടുമുണ്ട്. അത്തരമൊരു കേസ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരമൊരു ഉത്തരവ് കാരണം കാണിക്കൽ നോട്ടീസ് കേന്ദ്ര സർക്കാരിൽ നിന്നും വഖഫ് ബോർഡിന് ലഭിക്കുന്നത്. ആ അർത്ഥത്തിൽ വഖഫ് ബോർഡ് ഒരു വിവാദത്തിന്റെ മധ്യസ്ഥാനത്തേക്ക് കൂടി വരികയാണ്.